1970-കളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന നടിയായിരുന്നു വിജയശ്രീ. 1953 ജനുവരി 8-ന് തിരുവനന്തപുരത്തെ മണക്കാട് എന്ന സ്ഥലത്ത് വിളക്കാട്ട് കുടുംബത്തിലാണ് വിജയശ്രീയുടെ ജനനം. അവരുടെ ആദ്യ സിനിമ 1966-ൽ പുറത്തിറങ്ങിയ ചിത്തി ആയിരുന്നു. 1969-ൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാ പുഷ്പം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത്. തന്റെ തുറന്ന അഭിനയത്തിന്റെ പേരിൽ സിനിമാ ലോകത്ത് ശ്രദ്ധേയയായ ഒരു നടിയായിരുന്നു വിജയശ്രീ. വിജയശ്രീയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അങ്കത്തട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട എന്നിവയാണ്. ഇതിൽ മിക്ക ചിത്രങ്ങളിലും നായകൻ പ്രേം നസീർ ആയിരുന്നു. 50ഓളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും വിജയശ്രീ അഭിനയിച്ചിരുന്നു. അവിടെയൊക്കെയും ഇക്കാലയളവിൽ തന്നെ തിരക്കുള്ള നടിയായി മാറിയിരുന്നു. അതുപോലെ വിജയശ്രീയുടെ അഭിനയ ജീവിതത്തിലെ പല പ്രധാന ചിത്രങ്ങളും ഉദയ സ്റ്റുഡിയോയുടെ ബാനറിലും മെറിലാൻഡ് സ്റ്റുഡിയോയിലും നിർമ്മിച്ചവയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയശ്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ദാരുണ സംഭവം മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. മലയാള ചലച്ചിത്ര വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് വിജയശ്രീയുടെ ആത്മഹത്യക്ക് വഴി തെളിയിച്ചതെന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. 1974 മാർച്ച് 21-ന് 21-ാം വയസ്സിൽ വിജയശ്രീ ആത്മഹത്യ ചെയ്തു. പൊന്നാപുരം കോട്ട എന്ന സിനിമ ചിത്രീകരണ സമയത്ത് മലയാള സിനിമയിലെ അക്കാലത്തെ ഒരു പ്രമുഖ സംവിധായകൻ പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീണപ്പോൾ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇക്കാര്യം 1973 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാന ഫിലിം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ വെളിപ്പെടുത്തിയിരുന്നു. പ്രേം നസീറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അക്കാലത്തും സിനിമാ രംഗത്ത് ബ്ലാക്ക്മെയിലിംഗ് നന്നായിട്ട് തന്നെ നടന്നിരുന്നു. അതിനുദാഹരണമാണ് ഈ സംഭവവും. ബ്ലാക്ക്മെയിലിംഗിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന വാദം നിലനിൽക്കുന്നു. മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് എന്തായാലും ഒട്ടേറെ നിഗൂഢതകൾ ഇന്നും നിലനിൽക്കുന്നു. പ്രശസ്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കവെയായിരുന്നു വിജയശ്രീയുടെ അപ്രതീക്ഷിത മരണം. വിജയശ്രീയുടെ മരണത്തിനു ശേഷം അഭിനയിച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. അവസാന ചിത്രത്തിലെ നായകൻ രാഘവനായിരുന്നു. ഒരു കാലത്ത് മലയാളത്തിലെ മെർലിൻ മൺറോ എന്നാണ് വിജയശ്രീ അറിയപ്പെട്ടിരുന്നത്. ഒട്ടേറെ ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളുമായി ആ നടി ശോഭിച്ചിരുന്നു. KP കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമ വിജയശ്രീയെ ശ്രദ്ധിച്ചത്. നിത്യഹരിത നായകനായ പ്രേം നസീറുമൊത്ത് അനവധി ചിത്രങ്ങളിൽ ഇക്കാലയളവിൽ തന്നെ അവർ അഭിനയിച്ചു. പോസ്റ്റുമാനെ കാണാനില്ല, അജ്ഞാതവാസം, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി യുഗേ യുഗേ തുടങ്ങിയ അക്കാലത്തെ ഹിറ്റു ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡികൾ ഒന്നിച്ചു. ഗ്ലാമർ നർത്തകിയെന്നും ഗ്ലാമർ നടി എന്നുമുള്ള പേരുകളിൽ നിന്നും വിജയശ്രീ രക്ഷ നേടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് സ്വർഗപുത്രി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, യൗവനം, ആദ്യത്തെ കഥ തുടങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ അഭിനയിച്ചത്. നല്ല അഭിനേത്രി എന്ന പേരും നേടിയ ശേഷമാണ് അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ഒരുപക്ഷെ ആരുടെയോ ക്രൂരതയുടെ ഇരയെന്നും പറയാം.